ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റ്നെറ്റ് എടുക്കുക വളരെ ക്രൂഷ്യലായിട്ടുള്ള 2-3 ആൾക്കാരെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് എക്സും, രണ്ടാമത്തെ ആൾ ഡിസ്കോഡുമാണ്. അപ്പോൾ എക്സും ഡിസ്കോഡ് നമുക്ക് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഞാൻ എന്തുകൊണ്ട് എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ്നെറ്റിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുകളായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഡൗട്ട് ചോദിക്കാം. എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം. ഇത്ര നാൾ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരാണ് ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെ ആയിരിക്കും ലെക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ കണ്ടു വളർന്ന ആൾക്കാരാണ്, വാട്സപ്പ് കണ്ടു വളർന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എക്സ് അതിൽ നിന്ന് കുറച്ച് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സാധാ കാണുന്ന പോലൊരു അത് ഏകദേശം അതുപോലെ തന്നെയാണ്, പക്ഷേ ചെറിയ വേറെ തരം ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്യാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ സൈനപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്രിയേറ്റ് അക്കൗണ്ട് ആദ്യം തന്നെ ഉണ്ടാക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് ശേഷം ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കിട്ടുക, ഹോം പേജ് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ പ്രൊഫൈൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു പ്രൊഫൈൽ പിക്ചർ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബയോ, അതുപോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഫോളോയിങ്ങും ഫോളോവേഴ്സും ഒക്കെ അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ പോസ്റ്റുകളൊക്കെ കിട്ടുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ ഫോളോ ചെയ്യുക. ഫോളോവിങ്ങും ഫോളോവേഴ്സും ഒക്കെ ഏകദേശം ഇൻസ്റ്റാഗ്രാം പോലെ തന്നെയാണ്. അതായത് ഫോളോവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 51 ആൾക്കാരെ ഫോളോ ചെയ്യുന്നു, 7 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ 7 ആൾക്കാർ ഫോളോ ചെയ്യുന്നു. പിന്നെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഇവിടെ പോസ്റ്റുകളൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും എക്സിൻ്റെ ഇൻ്റർഫേസ് കാണാൻ പറ്റുക. ഇതാണ് നമ്മൾ പോസ്റ്റ് ഇടുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവർക്ക് എന്താണ് പ്രീമിയം വെർഷനൊക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ആഡ് പോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴേക്ക് ഒരു സാധാ ഒരു പോസ്റ്റ് വന്നത്, ഇത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു പേജാണ്, മോണാഡ് വേഴ്സ് വന്നത്. അപ്പോൾ ഞാൻ ഈ പേജ് ഫോളോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പേജിനെ ഫോളോ ചെയ്തിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, ഈ പോസ്റ്റ് എത്ര ആൾക്കാർ കണ്ടു, 411K ആൾക്കാർ, 4 ലക്ഷം ആൾക്കാർ എന്തുണ്ട് ഈ പോസ്റ്റ് കണ്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പോസ്റ്റ് ലൈക്ക് ചെയ്യാം. ഇനി എന്താ അടുത്ത ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എനിക്ക് ഈ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യാം. റീപോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ റീപോസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, റീപോസ്റ്റ് ക്ലിക്ക് ചെയ്തു, റീപോസ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് അങ്ങനെ തന്നെ എന്ത് ചെയ്യും, എൻ്റെ പ്രൊഫൈലിൽ വന്ന് കിടക്കും. കണ്ടില്ലേ, ഞാനിവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, യു റീപോസ്റ്റഡ്. അതായത് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, ആരോ ഇട്ടൊരു പോസ്റ്റ് എന്ത് ചെയ്യുന്നു, എൻ്റെ പ്രൊഫൈലിലേക്ക് അത് ഷെയർ ആക്കി വെച്ചിരിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് റീപോസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടില്ല, ഇത്ര ചെയ്താൽ മതി. എനിക്ക് റീപോസ്റ്റ് കളയണമെന്നുണ്ടെങ്കിലോ ഇതുമ്പോൾ വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അൺഡു റീപോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പോസ്റ്റ് എൻ്റെ പ്രൊഫൈലിൽ നിന്ന് പോവുകയും ചെയ്യും. ഇതാണ് റീപോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കമൻറ്റും ഒക്കെ ഒന്ന് തന്നെയാണ്. കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ കോട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് എൻ്റെ പ്രൊഫൈലിൽ വന്ന് കിടക്കും വിത്ത് എന്താണ്, LFG എന്ന് കൊടുക്കുന്നത്. LFG എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഫക്കിംഗ് ഗോ എന്നർത്ഥം. അപ്പോൾ LFG എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പോസ്റ്റ് എൻ്റെ പ്രൊഫൈലിൽ വന്ന് കിടക്കും, അങ്ങനെ തന്നെ വന്ന് കിടക്കും, ബട്ട് വിത്ത് ഒരു കമൻറ്റും ഒപ്പം ഉണ്ടാവും. അതാണ് കോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കോട്ടും റീപോസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. കോട്ട് നമുക്ക് കളയാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നേരത്തെ പോലെ കളയാൻ പറ്റില്ല. കാരണം ഇത് എൻ്റെ പ്രൊഫൈലിൽ നേരത്തെ ആ പോസ്റ്റ് അങ്ങനെ തന്നെ കിടക്കണ്ടാവുക. പക്ഷേ ഈ ഒരു പോസ്റ്റ് എന്താണ്, ഷെയർ ചെയ്യുമ്പോൾ ഒരു കമൻറ്റോട് കൂടി വന്ന് നടക്കുമ്പോൾ ഇത് എൻ്റെ ഒരു പോസ്റ്റായിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇതിന് എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കമൻ്റ് ആണ്, അല്ലെങ്കിൽ റിപ്ലൈ എന്ന് പറയും. ഇവിടെ കമൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിപ്ലൈ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, റിപ്ലൈ നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എനിക്ക് ഒരു പോസ്റ്റും എനിക്ക് എന്ത് ചെയ്യണം, റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിക്കുക. അതായത് എനിക്ക് ഇതിൻ്റെ കമൻറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇതിലുള്ള കമൻറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ബ്ലാങ്ക് സ്പേസില്ലേ, ആ സ്പേസിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിന് താഴെ ആൾക്കാർ ഇട്ടിരിക്കുന്ന കുറേ കമൻറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ പോസ്റ്റിന് എനിക്കൊരു കമൻറ്റ് ഇടുന്ന വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പോസ്റ്റ് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റിപ്ലൈ കൊടുത്താലും റിപ്ലൈ ആവും. അപ്പോൾ ഞാനിവിടെ റിപ്ലൈ കൊടുക്കുകയാണ്, LFG എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു, റിപ്ലൈ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം, ഈ റിപ്ലൈ എന്ത് കിട്ടു, ഞാൻ എൻ്റെ ഇവിടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ എൻ്റെ ഇവിടെ ഈ പോസ്റ്റിൻ്റെ താഴെ എൻ്റെ റിപ്ലൈ കാണാൻ പറ്റും. ഈ റിപ്ലൈ എൻ്റെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ റിപ്ലൈസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. അവിടെയും എനിക്ക് എന്ത് കാണാൻ പറ്റും, ഞാൻ എൻ്റെ അക്കൗണ്ട് വഴി കൊടുത്തിട്ടുള്ള എല്ലാ റിപ്ലൈകളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിപ്ലൈ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ട്രാക്ക് നഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ പ്രൊഫൈലിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അത് കളയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, അത് ഡിലീറ്റ് നിൽക്കാൻ മതി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിപ്ലൈ കൊടുക്കുക. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് എക്സ് പ്ലാറ്റ്ഫോമിലുള്ള ഇൻട്രാക്ട് ചെയ്യാവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സാധനങ്ങൾ, അതായത് ലൈക്ക്, റീപോസ്റ്റ്, കമൻറ്റ്, കോട്ട്,
റിപ്ലൈ. ഈ 4 സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലോണം പഠിച്ചു വയ്ക്കുക. ഇനി ഇവർക്ക് എന്താണ് ഒരു ചാറ്റ് ജിപിടി പോലെ സാധനങ്ങളുണ്ട്, ഗ്രോക്ക് എന്ന് പറയുന്ന സംഭവമാണ്. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ലൊരു ചാറ്റ് ജിപിടിയാണ്. അത് ഫിൽറ്ററിംഗ് ഇല്ലാത്തൊരു പോലത്തെ ഒരു ചാറ്റ് ജിപിടിയാണ്. ചാറ്റ് ജിപിടി അല്ല കേട്ടോ, അവരുടെ വെർഷൻ പറയുന്ന പേരാണ് ഗ്രോക്ക് എന്ന് പറഞ്ഞത്. ഞാൻ ഈസി ആയിട്ട് പറഞ്ഞതാണ് ചാറ്റ് ജിപിടി എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് എന്ത് ചെയ്യാം, അതിവിടെ കാണാൻ പറ്റും. ആ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആരെങ്കിലും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മെസ്സേജിലേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ആൾക്ക് എന്ത് ചെയ്യാം, ID കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാനുള്ളത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ് ഇടണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ പോസ്റ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും. എഡിറ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എഡിറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബയോയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞാനിവിടെ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് നിൽക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുമ്പോൾ വിചാരിക്കുക. അപ്പോൾ എനിക്കൊരു ഫോട്ടോ ഫസ്റ്റ് ഇടണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്താണ് മീഡിയം ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനത് ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തതിന് ശേഷം നേരെ പോസ്റ്റ് ലോഗിൻ ചെയ്തു. അതിന് ഞാൻ ഇവിടെ എന്തെങ്കിലും അടിച്ചു കൊടുക്കണം. ഓക്കെ, ടാഗ് ഇസ് എ ഗുഡ് പ്രൊജക്റ്റ് ഞാൻ അടിച്ചു കൊടുക്കണം. ടാഗ് ഇസ് എ ഗുഡ് പ്രൊജക്റ്റ് അടിച്ചു കൊടുത്തു. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇമോജസ് വേണം എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഇമോജസിലേക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റിന് ഭംഗിയാക്കാൻ പറ്റും. ഇനി നിങ്ങൾ വിചാരിക്കണം, ചിലപ്പോൾ പോസ്റ്റ് ചോദിക്കണം, നിങ്ങൾക്കിപ്പോൾ കുറേ ടൈപ്പ് ചെയ്യാനുണ്ട്, പക്ഷേ ഇവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ടാഗ് ഇസ് എ ഗുഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ഒരു സാധനം നിങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു ബബിൾ നിങ്ങൾ കാണാൻ പറ്റും, നോക്കിക്കോട്ടെ, അത് മൂവ് ചെയ്യാൻ കാണാൻ പറ്റും. അതായത് അവരൊരു ലിമിറ്റ് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര മാത്രം ക്യാരക്ടേഴ്സ് മാത്രമാണ് ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇട്ടേ കണ്ടില്ലേ, -13 എന്നായി. അതായത് എനിക്ക് ഈ പോസ്റ്റ് എന്താണ്, ഇത്ര വേർഡ്സ് അല്ലെങ്കിൽ ഇത്ര ലെറ്റേഴ്സ് കളഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഈ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ആ പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഗ്രേ ഔട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ പോസ്റ്റ് എന്ത് ചെയ്യുന്നത് മാറ്റി കളയുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, സേവ് കാണാൻ പറ്റും. അതായത് ഇനി എനിക്ക് ഒറ്റ വേർഡും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത്ര ക്യാരക്ടേഴ്സ് മാത്രമാണ് ഒറ്റ പോസ്റ്റിൽ ഇങ്ങനെ കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒരു ചെയിൻ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡ് പോസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിത് ഇത്ര കാര്യങ്ങൾ എനിക്ക് ഇതിൽ ആഡ് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, അടുത്ത കാര്യങ്ങൾ എനിക്ക് വേറൊരു ഫോട്ടോ വെച്ചിട്ട് എനിക്ക് അടുത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ അനദർ പോസ്റ്റ് കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും ഒരു ഫോട്ടോ ഇടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിൽ എന്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണം. നിങ്ങൾക്ക് നേരത്തെ അടിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്യാം. ഇതിനും ഒരു ലിമിറ്റ് വരും. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനിയും ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീണ്ടും പ്ലസ് നിൽക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അടുത്ത വീണ്ടും ഫോട്ടോ ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റേഴ്സ് മാത്രമേ ലെറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇട്ട് എന്ത് ചെയ്യാം, പോസ്റ്റ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിങ്ക്ഡ് പോസ്റ്റ് പോലെ ഒന്ന് എടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പോസ്റ്റ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് കണ്ടോ, അതായത് ഈ ഒരു ക്രിപ്റ്റോ ബാങ്കിങ് പോസ്റ്റ് കണ്ടില്ലേ, ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പോസ്റ്റ് ഇതാണ്. അതിന് താഴെ എന്താണ് കമൻറ്റ് പോലെ കിടക്കുന്ന എന്താണ്, എൻ്റെ രണ്ടാമത്തെ ഇട്ടിരിക്കുന്ന പോസ്റ്റ്, മൂന്നാമത്തെ ഒരു പോസ്റ്റ്, നാലാമത്തെ ഒരു പോസ്റ്റ്, അഞ്ചാമത്തെ ഒരു പോസ്റ്റ്. ഇതെന്താണ്, ഞാനൊരു ലിങ്ക്ഡ് പോസ്റ്റ് പോലെ എന്താണ് പ്ലസ് ബട്ടൺ അടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളൊരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെയാണ് ലിങ്ക്ഡ് പോസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടുമോ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് എഡിറ്റിംഗ് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് പ്രീമിയം എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതൊരു ഞാനൊന്നും ഇതുവരെ ജന്മത്ത് എക്സിൻ്റെ പ്രീമിയം എടുത്തുള്ള അത്ര വലിയ എക്സ് യൂസറാണെങ്കിൽ മാത്രം എന്താ മതി, ഇതിൻ്റെ പ്രീമിയം ഒക്കെ എടുക്കേണ്ട ആവശ്യമുള്ള. അല്ലാതെ എന്ത് ചെയ്യുക, സാധാ ഒരു വെർഷനിൽ മാത്രം ഇത് റൺ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടന്നു വരും. അപ്പോൾ ഇത്രയാണ് എന്തുള്ളത് എക്സിൽ നിങ്ങൾക്ക് ആകെ ഉള്ളത്. അപ്പോൾ എക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വലിയ ആനകുതിര പോലെ തോന്നും. പക്ഷേ വളരെ എളുപ്പമാണ്. എക്സ് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഫിൽറ്റേഡ് അല്ലാത്ത കുറേ പോസ്റ്റുകൾ കാണുന്ന ഒരു സ്ഥലമാണ്. ചെന്ന് നശിച്ച് പോകരുത്. അതുപോലത്തെ പോസ്റ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷെ നശിച്ച് പോകാതെ നല്ല രീതിയിൽ മാത്രം എന്ത് ചെയ്യുക, എക്സ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എക്സിനെ കുറിച്ചുള്ള എല്ലാ ഐഡിയയും കിട്ടും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നിട്ട് അതിൽ ചോദിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.